നേപ്പാളിൽ ആക്ച്വലി മാവോയിസം വളർന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ മാവോയിസ്റ്റുകളാണ് അവിടെ മാവോയിസം പ്രൊപ്പഗേറ്റ് ചെയ്തത്. ആയുധങ്ങൾ കൊടുക്കുക അങ്ങനെയല്ല, ഐഡിയോളജിക്കലി അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു മാവോയിസ്റ്റ് മൂവ്മെൻറ്റാണ് നേപ്പാളിലേത്. അപ്പോൾ അവിടെ ഒരു പൂർണ്ണ ജനാധിപത്യ രാജ്യമായി മാറുന്നു. മാവോയിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നു. അവിടെ നേപ്പാളി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുമുണ്ട്, അവന് ശക്തമാണ്. അപ്പോൾ അങ്ങനെ ഭരിക്കുമ്പോൾ ഒരു കറപ്ഷൻ വ്യാപകമാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രധാനമായി ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആളുകൾ കൂടുതൽ ജനാധിപത്യ ബോധമുള്ളവരുമായി. കാരണം നൂറ്റാണ്ടുകളായിട്ട് അവർ രാജഭരണത്തിൽ കഴിഞ്ഞവരാണെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അവരെ കുറേ കൂടി. നേപ്പാൾ ഒരു അടഞ്ഞ രാജ്യമാണ്, നമുക്കറിയാം. ഒരു വശത്ത് ഹിമാലയം, 2 രാജ്യങ്ങൾക്കിടയിൽ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ളൊരു രാജ്യം. അപ്പോൾ പലതുകൊണ്ടൊരു അടഞ്ഞ രാജ്യമായിട്ടും പ്രധാനപ്പെട്ട വ്യാപാര ബന്ധങ്ങൾക്ക് ഇന്ത്യയെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യ അതിർത്തി അങ്ങ് അടച്ചു കഴിഞ്ഞാൽ നേപ്പാൾ നിശ്ചലമായി പോകും. കാരണം നേപ്പാളിലേക്കുള്ള ഇറക്കുമതിയുടെ 66% ഇന്ത്യയിൽ നിന്നാണ്. അത് പെട്രോൾ മുതൽ ഡീസൽ മുതൽ വളം അങ്ങനെ തുടങ്ങിയുള്ള അവശ്യ വസ്തുക്കൾ മുഴുവൻ ഇന്ത്യയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ മാവോയിസ്റ്റുകൾ ഭരണത്തിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്നൊരു മാറ്റം, നേപ്പാൾ പൊതുവെ ഇന്ത്യയിൽ നിന്ന് ഡിപ്ലോമാറ്റിക്കലി ചൈനയിലേക്ക് ചാഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ഈ ചൈനയിലേക്ക് ചാഞ്ഞു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മൾ ഈ നേപ്പാളിൻ്റെ ഡെമോഗ്രഫി കൂടി കുറച്ചുകൂടി പഠിക്കണം. അതെന്താണെന്ന് വെച്ചാൽ നേപ്പാൾ ലോകത്തെ ഒരു ഹിന്ദു രാജ്യമാണ്. അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള 82% ഹിന്ദുക്കളാണ് അവിടെയുള്ളത്. പക്ഷേ ഈ ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ഇന്ത്യക്ക് സമാനമല്ലെങ്കിലും മറ്റൊരു തരത്തിലുള്ള ജാതി വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 മുതൽ 30% വരെ അവിടുത്തെ തദ്ദേശീയർ എന്ന് പറഞ്ഞാൽ ഈ ബർമീസ്, ചൈനീസ്, ടിബറ്റൻ DNA ഉള്ള ആ വംശത്തിൽപ്പെട്ട ആളുകൾ 20 മുതൽ 30% വരെയുണ്ട്. അവർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് ഈ നേപ്പാളി പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ. അവരുടെ ബ്യൂറോക്രസിയിലോ രാഷ്ട്രീയത്തിലോ ഒന്നും അവരവിടെ ഇല്ല. അപ്പോൾ ആരാണപ്പോൾ ഈ പറയുന്ന നേപ്പാൾ ഭരിക്കുന്നത്? നേപ്പാളിൻ്റെ ഉന്നത ശ്രേണിയിൽ ആരാണുള്ളത്? അത് ഈ പറയുന്ന ഈ കാഠ്മണ്ഡു കേന്ദ്രീകരിച്ചുള്ള ഈ മലനിരകളിൽ താമസിക്കുന്ന ഉന്നത ജാതിക്കാരായ മനുഷ്യരാണ് ഈ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവിടെ പിന്തള്ളപ്പെടുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഞാനിത് 20 മുതൽ 30% എന്ന് പറഞ്ഞാൽ ചെറിയ ജനസംഖ്യയല്ല, വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെ അസംതൃപ്തരാണ്. പൂർണ്ണമായും അവർ അവഗണിക്കപ്പെട്ടു. ഇന്ത്യയിൽ ദളിതുകളും ആദിവാസികളും എങ്ങനെ അവഗണിക്കപ്പെടുന്നു, അതിലും രൂക്ഷമായി അവഗണിക്കപ്പെടുന്നുണ്ട് അവർ.